ഹലോ ഗായ്സ്, ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ആലപ്പുഴ ജിംഖാന എന്ന മൂവിയാണ്. വിഷു റിലീസായിട്ട് ഇറങ്ങിയ മൂവിയാണ്. അറൗണ്ട് 4 മൂവീസ് വിഷുവിന് റിലീസായെങ്കിലും ഞാൻ ഇത് തന്നെയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ഞാൻ ഇന്ന് പോയത് ഉച്ചയ്ക്ക് 2:30-ക്കുള്ള ഷോ ആണ്. ഹൗസ്ഫുള്ളായിരുന്നു. ഇങ്ങനൊരു ഷോ, അതായത് 2K കിഡ്സിനെ വെച്ചിട്ട് എടുത്തിട്ടൊരു മൂവി ഹൗസ്ഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ റീസണേ കാണൂ. അത് ഖാലിദ് റഹ്മാൻ മൂവി ആയതുകൊണ്ടാണ്. ഖാലിദ് റഹ്മാനും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് തന്നെയാണ് ഇതിൻ്റെ റീസൺ. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് നസ്ലിൻ, ഫ്രാങ്കോ ഫ്രാൻസിസ്, ബേബി ജീനൊക്കെയാണ്. ഒരു സ്പോർട്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു മെയിൽ സൈഡ് മാത്രമായിട്ട് കാണിച്ചു പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൊമാൻസ് കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് സിമ്പിളായിട്ടാണ് എടുത്തേക്കുന്നത്. വേറെ ടൈം പാസ്സായിട്ടുള്ള ഈ ക്രിഞ്ച് പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല. ഫാലിമി എന്ന് പറഞ്ഞ മൂവിയിൽ ബേസിലിൻ്റെ അനിയനായിട്ട് ചെയ്ത് ആ പുള്ളി അത്യാവശ്യം നല്ല റോളാണ് കിട്ടിയത്. പുള്ളി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖാലിദ് റഹ്മാൻ്റെ മൂവീസിൽ അത്യാവശ്യം നല്ല രീതിക്കാണ് എല്ലാവരും പെർഫോം ചെയ്യുന്നത്. നല്ലൊരു ഡയറക്ടറിൻ്റെ സ്കില്ലാണത്. മ്യൂസിക് വന്നിട്ട് വിഷ്ണു വിജയും, ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഖാലിദ് റഹ്മാനാണ്. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ, അതായത് ക്യൂടെ ആണെന്ന് തോന്നുന്നു, ക്യൂടെയോ ഒരു ഇൻ്റർവ്യൂവിൽ ആക്ച്വലി ഖാലിദ് റഹ്മാൻ്റെ സ്റ്റോറി തന്നെ പറയുണ്ടായി. അതായത് കുറച്ച് +2 കഴിഞ്ഞിട്ടുള്ള പിള്ളേർ +2 ഫെയിൽ ആകുമ്പോൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി സ്പോർട്സ് കോട്ട എന്നൊരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നതും അവിടെ പോയിട്ട് അവർ ഡിസ്ട്രിക്ട് ലെവലിൽ എങ്ങനെ തട്ടിമുട്ടി ജയിച്ച് കയറും. പിന്നെ സ്റ്റേറ്റിൽ പോയിട്ട് അത്യാവശ്യം നല്ലപോലെ ഇടിയും കിട്ടി തിരിച്ചു വരുന്ന പരിപാടിയാണ്. ഇത്രയേ ഉള്ളൂ സ്റ്റോറി എന്ന് ഖാലിദ് റഹ്മാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റിൽ ഈ മൂവി എൻജോയബിൾ ആവുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേക്കിംഗ് കൊണ്ടാണ്. സിറ്റുവേഷണൽ ജോക്സാണ് മെയിൻ പരിപാടി. പിന്നെ എഡിറ്റിങ്, അത് നമ്മൾ ഈ റീൽസ് കാണും പോലെ അത്രയും ഫാസ്റ്റായിട്ട്, അതായത് ഈ പടം തുടങ്ങിയ ഒരു കുറച്ചിങ്ങനെ സീൻസ് ഇങ്ങനെ പോയി ഇൻ്റർവെൽ ആവുകയാണ്. അതായത് ആ ലെവലിലാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ സെക്കൻഡ് നമുക്കിങ്ങനെ ഓരോ സീൻസ് ഇങ്ങനെ ഷോർട്ട് ഡിവിഷൻ കാണാൻ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റും. നല്ലൊരു ക്രൗഡിൻ്റെ കൂടെ ആണെങ്കിൽ നിങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്യും. ഇതിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ ഏകദേശം കഴിഞ്ഞ വർഷം പകുതിയോടെയാണ് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ തോന്നിയത് ഒരു സ്പോർട്സ് ഡ്രാമ അങ്ങനത്തെ ഒരു കാറ്റഗറി. ഇത് ആക്ച്വലി ഒരു സ്പോർട്സ് ഡ്രാമയല്ല, അല്ലാതെ ഒരു മോട്ടിവേഷൻ പരിപാടിയോ അങ്ങനത്തെ പരിപാടിയോ ഒന്നുമില്ല ഇതിനകത്ത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ എന്ന് പറയാൻ പറ്റും. അതിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെർബൽ ജോക്സും സിറ്റുവേഷണൽ ജോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ ടൈം പോകുന്ന അറിയത്തില്ല എന്ന് പറയില്ല, ആ ഒരു എഫക്റ്റാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് തന്നെ സിനിമ തീരുവാണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ ലെങ്ത് ഉള്ളത്. അത് ലാഗ് എന്നല്ല, ഡ്യൂറേഷൻ വൈസ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ 50 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇൻ്റർവെല്ലായി. പക്ഷേ മൂവി അറൗണ്ട് 2 മണിക്കൂർ 20 മിനിറ്റ് എന്തോ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫ് എന്തായാലും ലെങ്തി ആയിരിക്കണം. പക്ഷേ അതറിയില്ല, നിങ്ങൾ ഒറ്റേ ഫ്ലോയിൽ അങ്ങ് പോകും. ഇതുവരെ പോകുന്നു, ഇടിച്ച് തോക്കുന്നു, വരുന്നു. പക്ഷേ ഇവർ വരുന്നതിന് മുന്നേ ഒരു പരിപാടിയുണ്ട്. അത് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ്. നിങ്ങൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു ഐറ്റവും ഇല്ല അതിനകത്ത്. അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്, കഴിവതും തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്ത് നോക്കുക. ഇതൊരു ക്രൗഡിൻ്റെ കൂടെ കാണുമ്പോഴായിരിക്കും ഒരു രസമുള്ളത്. നമുക്ക് OTT വരുന്നത് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നാം. കാരണം ഇപ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസൊക്കെ വരുന്നുണ്ട് മൂവിക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു OTT കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കണക്റ്റ് ആവാതെ പോകും. ഈ ഫണ്ണൊക്കെ ആക്ച്വലി ഒരു കറക്റ്റ് ക്രൗഡിൻ്റെ ഉള്ളിൽ നിന്ന് കാണുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് കൂടുതൽ. അപ്പോൾ കഴിവതും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.